ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാം ജീവിതത്തിൽ പല പരാജയങ്ങളും സംഭവിക്കാൻ കാരണം. നിരാശയും ദുഃഖവും ഉണ്ടാകാൻ അതാണ് കാരണം. അതിനാൽ നിരാശയും ദുഃഖവും ഉണ്ടാകുന്ന തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ നാം ജീവിക്കണം. ഈ പ്രപഞ്ച വസ്തുക്കളോട് അത്യധികമായ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ആസക്തിയാണ് എല്ലാ ദുഃഖത്തിനും ഹേതുവായിരിക്കുന്നത്. അതിനാൽ ആസക്തിയില്ലാത്ത വിധത്തിൽ വേണം നാം ഈ ലോകത്തിൽ ജീവിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ശ്രേയസ്സുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു കവി പറയുന്നു, തെറ്റിനി പറ്റാതിരിക്കണമെങ്കിൽ നാം പറ്ററ്റു പോകാൻ പഠിക്കാം. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല. തെറ്റിനി പറ്റാതിരിക്കണമെങ്കിൽ നാം, നമ്മുടെ ജീവിതത്തിൽ അനേക തെറ്റുകൾ പറ്റിയത് കൊണ്ടാണ് ഈ ജന്മവും ജന്മത്തിനനുസരിച്ച് ദുഃഖാനുഭവങ്ങളും ഉണ്ടാവാൻ കാരണം. അതിനാൽ പലതിനോടുമുള്ള പറ്റ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ്, അടുപ്പം ആണ് വിട്ടുപിരിയാൻ നമുക്ക് വിഷമമായിരിക്കുന്നത്. അതുകൊണ്ട് പറ്ററ്റു പോകാൻ പഠിക്കാം. ആ അത്യധികമായ ആ സംഘം ഉപേക്ഷിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അതാണ് തെറ്റിനി പറ്റാതിരിക്കണമെങ്കിൽ നാം പറ്ററ്റു പോകാൻ പഠിക്കാം. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല. ഏതോ ലോകത്തിരിക്കുന്ന ഒരു ഈശ്വരൻ ഇവിടെ വന്നല്ല നമ്മളെ സംരക്ഷിക്കുന്നത്, നമ്മെ സദാ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ അന്തര്യാമിയായി തന്നിൽ താനായി വിളങ്ങിക്കൊണ്ട് ഇവിടെ സദാസമയത്തും സർവേശ്വരൻ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അറിവ് നമുക്കുണ്ടായാൽ മതി. ഈ അറിവില്ലായ്മയാണ് ഈശ്വരനെ നാം ദൂരത്ത് അലയാനിടവരുന്നത്. ദൂരത്തലയേണ്ട ഒരാവശ്യവുമില്ല. ഇത് ഈ തൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നത് ഈശ്വരൻ ആണ് എന്ന ബോധം നമുക്കുണ്ടായാൽ മതി. സത്യത്തിൽ അങ്ങനെയാണ് താനും. സർവ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നു ഈശ്വര. സർവഭൂതാനാം ഹൃദയശേ, ഹൃദയമാകുന്ന ദേശത്തെ സർവജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ശക്തി വിശേഷത്തെയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനാൽ നാം നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും വലിയ ഒരു പരിവർത്തനം വരുത്തേണ്ടിയിരിക്കുന്നു. തെറ്റിനി പറ്റാതിരിക്കണമെങ്കിൽ നാം പറ്ററ്റു പോകാൻ പഠിക്കാം. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല.